ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോയുടെ ഡ്യൂറേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് നോക്കി നോക്ക്. നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഇത്രയും കാലം 30 മിനിറ്റ് 40 മിനിറ്റ് നിന്നു. ഇത് 40 മിനിറ്റിൻ്റെയും മേലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ ഇതിൻ്റെ പിന്നാലെ ഇരുന്നിട്ടാണ് ഇത്രത്തോളം ഞാൻ അത് റെഡിയാക്കിയത്. അപ്പോൾ അതിനൊക്കെയുള്ള റിസൾട്ട് എനിക്കിതൊന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തത്. അപ്പോൾ തിരിച്ച് ഞാൻ പറയുന്ന കാര്യം എനിക്കും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സബ്സ്ക്രൈബ് ചെയ്യലും ലൈക്ക് ചെയ്യലും ഷെയർ ചെയ്യലും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് യൂച്ചാൻ്റെ ഒരു കൈ യോവൂണ് വെട്ടിമാറ്റുന്നതും പിന്നെ അതുപോലെ ഡിമോണിക് ബ്ലഡ് റിവേഴ്സലായിട്ട് യൂസ് ചെയ്ത ഇൽമിയോങ്ങിനെ നേരെ സെർലീൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടും അവിടുന്ന് സെർലി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് കാണാൻ പോണത്. നമുക്ക് കൂടുതൽ പറഞ്ഞു നിൽക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ, നിങ്ങൾ എന്തിനെക്കുറിച്ച് ഈ പറയണത്? ഇവനെ കൊണ്ട് സെർലി നേരെ അദ്ദേഹത്തിൻ്റെ ആ ടെലികൈനസിസ് പവർ വെച്ച് ഇൽമിയോങ്ങിന് ഒരൊറ്റ പൊക്കലാണ്ട് പൊക്കി. ഇൽമിയോങ് എയറിൽ നിൽക്കാൻ തുടങ്ങി. സാർ, നിങ്ങൾ എന്താ ഈ ചെയ്യണത്? സെർലി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പവർ വെച്ച് ഇവൻ്റെ ഒരു കൈ തന്നെ തിരിക്കാൻ തുടങ്ങി. ഇൽമിയോങ് ആണെങ്കിൽ വേദന കൊണ്ട് ആകെ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ആരും വരുന്നില്ല. ഞാൻ എൻ്റെ റോ എനർജി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ നടക്കുന്നത് പുറത്ത് ആർക്കും അറിയാൻ പറ്റില്ല. സ്റ്റുഡൻറ്റ് 108, നീ ഇവിടുന്ന് എത്ര ഒച്ചത്തിൽ അലറിയാലും അതാരും അറിയാൻ പോണില്ല. ഇൽമിയോങ് ഹ, മിഡ് റാങ്ക്ഡ് മില്യൺ സോഡ് സെക്ട്. ഒഫീഷ്യലി നീ ഒരു സെക്റ്റുമായിട്ടും ബന്ധമുള്ള ഒരാളല്ല. അതാണ് നീ ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷനായിട്ട് സബ്മിറ്റ് ചെയ്തത്. നീ സീക്രറ്റ് കൊണ്ട് നടക്കുന്നതിന് ഭയങ്കര സംഭവമാണെന്ന് നീ വിചാരിക്കണ്ടോ? പക്ഷേ ഈ 17-ാം വയസ്സിൽ തന്നെ ഡീക്കേഡ്സിന് മുന്നേ നഷ്ടപ്പെട്ടു പോയ ഈ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് നീ മാസ്റ്റർ ചെയ്ത് കാണുമ്പോൾ നിൻ്റെ ഈ മൊത്തം സെക്റ്റും ഇല്ലിക്റ്റ് ആക്ടിവിറ്റി ചെയ്യണ്ടോയെന്ന് ഭയങ്കര സംശയമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് നിൻ്റെ മുഴുവൻ സെക്റ്റിനെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞാലും നീ അത് കെയർ ചെയ്യില്ല എന്നാ. പിന്നെ നോക്കുമ്പോൾ സെർലി ഇൽമിയോങ്ങിൻ്റെ കാലുവിട്ട് തിരിക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ ആകെ വേദന കൊണ്ട് അലറാൻ തുടങ്ങി. പക്ഷെ അതൊന്നും ആരും കേൾക്കൂല. ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ് എന്ന നിലക്ക് എനിക്ക് ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യാനുള്ള അബിലിറ്റി നീ കുറച്ച് കണ്ടെന്ന് തോന്നുന്നു. നീ എന്താ വിചാരിച്ചേ ഞാനിതൊന്നും ഒരിക്കലും അറിയൂലെന്നോ? മില്യൺ സോഡ് സെക്ട് ആക്ച്വലി സോഡ് സെക്റ്റുമായിട്ട് ടൈ ചെയ്തിട്ടുള്ളൊരു സീക്രട്ട് ഫോഴ്സാണ്. അതുമാത്രമല്ല, അത് സോഡ് സെക്റ്റിൻ്റെ 2 ഷാഡോസിൽ ഒന്നാണു. നാശം, ഇങ്ങേർക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി? ഇൽമിയോങ്ങാണെങ്കിൽ സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടി അവൻ്റെ നാക്ക് സ്വന്തമായിട്ട് തന്നെ കടിച്ചു മുറിച്ചു. ഇത് കണ്ടിട്ട് സർ ലീ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയും ചെയ്തു. എന്താ ഇവിടെ സംഭവിക്കണത്? ഈ നാശം പിടിച്ച ഇൽമിയോങ് കോപ്പ്, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്. അവൻ്റെ നാക്ക് കടിച്ചു മുറിച്ച് വിഴുങ്ങുക മാത്രമല്ല ചെയ്ത്, അവൻ്റെ ഇൻറ്റേർണൽ പവേഴ്സിനൊക്കെ റിവേഴ്സിൽ ഫ്ലോ ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. ഷിറ്റ്, എനിക്ക് അവൻ്റെ ഇൻറ്റേർണൽ പവേഴ്സിനൊന്നും സ്റ്റെബിലൈസ് ചെയ്യാനും കഴിയണില്ല. കണ്ടിട്ട് ഈ സെക്റ്റത്തെ ആൾക്കാരൊക്കെ കുറ്റം ചെയ്ത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന തോന്നുന്നു. നാശം, എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. ഈ റച്ചഡ് സെക്റ്റിൻ്റെ അടിമയായിട്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എന്ത് മോശം അവസാനം ഇത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിക് കഫറ്റേരിയയാണ്. സമയം 6 മണി. അത് എങ്കിലോട് യോഗണല്ലേ? മാറ്, ഞാനാ ഫസ്റ്റ്. ഞാനാ ഇവിടെ ആദ്യം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പോയി ലൈനിൽ നിൽക്കടാ. എങ്കിലോട് യോഹൂൺ, നിങ്ങളുടെ കുറച്ച് സമയം എനിക്ക് വേണ്ടി തരൂ. ഞാനിവിടെ ആദ്യം വന്ന്. എല്ലാവരും ആകെ ഉന്തും ബഹളമായിട്ട് അടി കൂടാൻ തുടങ്ങി യോവൂണിനെ കാണാൻ വേണ്ടിയിട്ട്. യോബോങ്ങാണെങ്കിൽ യോവൂണിൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരും തടുത്തുകൊണ്ട് നിൽക്കുക. അവസാനം അവനെ ദേഷ്യം പിടിച്ച് എല്ലാവരോടും ലൈനിൽ നിൽക്കാൻ പറഞ്ഞു. യങ്ങിലോട് യോവൂണിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് മാനേഴ്സൊക്കെ പഠിക്കുക. ലോഡിൻ്റെ അടുത്ത് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡറിനനുസരിച്ചൊരു ലൈൻ നിൽക്ക്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ലൈനിൽ നിൽക്കില്ലാതെ വേറെ വഴിയില്ലെന്ന് തോന്നുന്നു. ഗുഡ് ജോബ് ഹിയോബോങ്. നിനക്കറിയോ, ഇങ്ങനത്തെ റോളൊക്കെ ചെയ്യാൻ ഹിയോബോങ്ങാണ് ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾ. അതിൻ്റെയൊക്കെ മേലെ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല റൂമേഴ്സൊക്കെ ഇത്ര പെട്ടെന്ന് സ്പ്രെഡായി എന്നുള്ള കാര്യം. പക്ഷേ യങ്ങിലോട് യോവൂണിനാണെങ്കിൽ സീനിയർ മാർഷൽ ആർട്സ് പ്രൊഫസർ ഹോനെയും യു ചാൻ ജിയോണിനെയും തോൽപ്പിക്കാൻ കഴിഞ്ഞു.
ഗുഡ് ജോബ് യോബോങ്. താങ്ക് യു മൈ ലോഡ്. ഇപ്പോൾ ഷാഡോ സെക്ടത്തെ മുയോൺ ജിയോണിനെ പോലെ തന്നെ മൈനർ പ്രിസ്റ്റുഡിനുള്ള വൺ ഓഫ് ദ ടോപ്പ് കാൻഡിഡേറ്റ്സിൽ ഒരാളാണ് നമ്മുടെ ലോഡും. ലോഡ് ഈ അക്കാഡമിയിലത്തെ എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റിയത് എനിക്ക് വലിയ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. യങ് ലോഡ് യോവുൺ, ഞാൻ സ്റ്റുഡൻറ്റ് 71 സിയോബ് ജോങ് യോം, നൈറ്റ് സൈബർ സെക്ടത്തെ. ഓ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയൊക്കെ വേണോ? ഞാൻ ഒരു മിഡ് റാങ്കിങ് സെക്റ്റിൽ നിന്ന് വന്ന ഒരാളാണ്, പക്ഷേ എങ്കിലും എനിക്ക് നിങ്ങളെ സെർവ് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. താല്പര്യമുള്ള കുറേ ആപ്ലിക്കൻസ് ഉണ്ടല്ലോ. എനിക്കിവരെ ഓരോരുത്തരായിട്ട് കേൾക്കണമെങ്കിൽ കുറേ സമയം എടുക്കുന്ന തോന്നുന്നു. പിന്നെ നോക്കുമ്പോൾ രാത്രിയായി. എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കൂടിയെന്ന എല്ലാവർക്കും താങ്ക് യു. എങ്കിലും എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ എക്സാമിനേഷൻ ജസ്റ്റ് ഒന്ന് പാസ്സാവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യുകയല്ല ചെയ്യണം. എൻ്റെ ഫോളോവേഴ്സായിട്ട് കാലാകാലങ്ങൾക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് വേണം എനിക്ക് അവരെ വെച്ച് ഒരു ന്യൂ ഏജ് ഓഫ് ഡിമോണിക് കൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇത് ഭയങ്കരമായിട്ടൊരു മോശം വഴിയാവും, പക്ഷേ നിങ്ങളപ്പം എപ്പോഴും ഞാൻ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്കാർക്കും എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും ആപ്ലിക്കേഷൻ ഞാൻ പൊളൈറ്റ്ലി റിജക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ലോഡ് ശരിക്കും ഇപ്പോൾ മെച്യൂർഡായിട്ടുണ്ട്. മുമ്പ് അദ്ദേഹത്തിന് ഈ 6 സെക്റ്റുമായിട്ടുള്ള ശത്രുതയാണ് കാരണമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ എൻ്റയർ ഡിമോണിക് കൾട്ട് തന്നെ മാറ്റിമറിക്കുന്ന പറയണത്. ഇത് അദ്ദേഹം എന്താണോ പറയാൻ ആഗ്രഹിച്ച് അത് പറയുക മാത്രമല്ല ചെയ്ത്. അദ്ദേഹത്തിന് മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്നും കൂടിയാണ് ഇതിൽ കൂടെ പറഞ്ഞത്. പക്ഷേ മറ്റുള്ള 6 സെക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും സപ്പോർട്ട് കുറവാണ്. ഇപ്രാവശ്യം അവരിൽ എത്ര പേര് ഒപ്പം നിൽക്കുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ ഈ പാതയിലൂടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ സെക്റ്റ് ഡയറക്റ്റ്ലി മ്യൂസിഷ്യൻ സെക്റ്റിനെ സെർവ് ചെയ്യണ ആൾക്കാരാണ്. പിന്നെ നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു പോണതാണ് കാണിക്കുന്നത്. എനിക്കിത് അറിയായിരുന്നു. ഇതൊരു നാണക്കേടാ. പക്ഷേ അവരിങ്ങനെ ചെയ്തതിന് എനിക്കവരെ ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്. എൻ്റെ മാർഷൽ ആർട്സ് സ്കില്ല് ഭയങ്കര കുറവാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഇൻസ്പയർഡായി. എനിക്ക് നിങ്ങളുടെ ഒപ്പം ഈ ജേണിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും അങ്ങ് സ്വീകരിക്കണം. യങ് ലോഡ് യോവൺ ചിയോൺ, എനിക്ക് നിങ്ങളോടൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അല്ല, അത് അവനല്ലേ? ഇത് ഗ്യൂമോനല്ലേ? മൈലോഡ്, നിങ്ങൾ എന്ത് വില കൊടുത്തും ഗ്യൂമോനെ അവോയ്ഡ് ചെയ്യണം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നു? അവൻ യോൺമോൻ്റെ ഗ്രാൻഡ് സണ്ണാണ്. അദ്ദേഹമാണെങ്കിൽ ഈ ഡിമോണിക് കൾട്ടത്തെ 12 എൽഡേഴ്സിൽ 9th എൽഡറാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടത്തെ പൊസിഷൻസിനെ കുറിച്ചാണ്. ഡിമോണിക് കൾട്ടത്തെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ പാട്രിയാർക്കാണ്. അദ്ദേഹത്തിന് നേരെ കീഴിൽ 12 എൽഡേഴ്സ് ഉണ്ടാവും. അതിൽ ആ 6 സെക്റ്റിൽ നിന്ന് വരുന്ന എൽഡേഴ്സിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ എൽഡേഴ്സും അവരുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് ഈ പൊസിഷനിലേക്ക് എത്തിയവരാണ്. മുമ്പ് നടന്ന റൈറ്റേഴ്സ് ഫാക്ഷനും ഡിമോണിക് കൾട്ടും തമ്മിലുള്ള യുദ്ധത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പർ റാങ്കിഡ് ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റത്തെ യോൺമോൺ 9th എൽഡറായി മാറിയത്. അദ്ദേഹം ഈ എക്സെപ്ഷണൽ മാർഷൽ ആർട്സ് സ്കില്ല് പൊസസ് ചെയ്യുക മാത്രമല്ല ചെയ്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ടാണ് മറ്റുള്ള 6 സെക്റ്റിനെയും ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റ് എതിർത്തുകൊണ്ട് നിന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഈ സെക്റ്റത്തെ പിൻഗാമികളെ മൈനർ പ്രിസ്ഹുഡിൻ്റെ കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമേ റിക്രൂട്ട് ചെയ്യുള്ളൂ. അല്ല, എന്താ അവനിങ്ങനെ ഈ മുടന്തി നടക്കണത്? അവനെന്തെങ്കിലും അസുഖമുണ്ടോ? നിങ്ങളുടെ അടുത്ത് 6 യെല്ലോ ബാഡ്ജ് അല്ലേ? ഉണ്ട്. അതിലൊന്ന് എനിക്ക് അവകാശപ്പെട്ടതാ. ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റത്തെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ആ 6 സെക്റ്റത്തെ കിഡ്സും എന്നെ അവരുടെ ഫോളോവറായി റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിരുന്നു. പക്ഷേ അവരുടെ ഓരോരുത്തരുടെയും ഓഫർ ഞാൻ പൊളൈറ്റായിട്ട് ഡിക്ലൈൻ ചെയ്യുക ചെയ്ത്. പക്ഷേ അതിലും വെച്ച് യു ചാൻ ചിയോണാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞാൻ നിന്നോട് ലാസ്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടിയും ചോദിക്കുകയാണ്, എന്താ നീ എൻ്റെ ഫോളോവർ ആവാത്തത്?
എന്നോട് ക്ഷമിക്കണം യങ് മാസ്റ്റർ യു ചാൻ ചിയോൺ. എനിക്ക് ന്യൂട്രലായിട്ട് നിൽക്കാനാണ് താല്പര്യം. എനിക്കിപ്പോൾ ആകെ വേണ്ടത് ഈ അക്കാഡമിയിൽ എൻ്റെ ട്രെയിനിങ് ഫോക്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവൻ എന്നെ വെറുതെ വന്ന് ആക്രമിക്കാൻ തുടങ്ങിയത്. പക്ഷേ അവസാനം ഞാൻ ഡിഫീറ്റ് ആവുകയാണ് ചെയ്ത്. അവൻ എൻ്റെ യെല്ലോ ബാഡ്ജ് തട്ടിയെടുക്കുക മാത്രമല്ല ചെയ്ത്, എൻ്റെ ലെഫ്റ്റ് ലെഗും റൈറ്റ് ആമും ഒടിക്കുകയും ചെയ്തു. പോവാൻ നേരത്താണെങ്കിൽ അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ തേർഡ് എക്സാമിനേഷൻ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അവന് ശരിക്കും ഭ്രാന്താ. ഇത് അവൻ ടാലൻ്റുള്ള വാരിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ മാത്രമല്ല ശ്രമിക്കണത്, അവന് പവറിനോടുള്ളൊരു ഒബ്സഷൻ കൂടിയാണ്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലത്തിന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞാൻ ഫുള്ളി റിക്കവർ ആയതിനു ശേഷം അവൻ്റെ അടുത്ത് പോയി റിവെഞ്ച് എടുക്കുകയെന്നോ. പക്ഷേ എൻ്റെ ഈ കയ്യും കാലും ഒടിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ആരും അവരുടെ ടീമിൽ എടുക്കണില്ല. ഓ അങ്ങനെയാണല്ലേ. പക്ഷേ നീയൊരു സ്കിൽഡ് ഫൈറ്റർ അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ആർക്കെങ്കിലുമൊക്കെ നിന്നെ അവരുടെ ടീമിലെടുക്കാൻ താല്പര്യം ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ലീഡർ എന്നെ അവരുടെ ടീമിലെടുക്കാമെന്ന് പറഞ്ഞതാ. പക്ഷേ 1 മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ വന്ന് അവൾ ആ ഓഫർ റിജക്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന യോജിച്ചാണ് അവളപ്പം എന്തെങ്കിലും ഡീല് വെച്ചിട്ടുണ്ടാവുന്നോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ലോഡ് ആ ജെർക്കിൻ്റെ കൈ കട്ട് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഈ തേർഡ് എക്സാമിനേഷനിൽ ഞാൻ ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഞാൻ ഈ ഫുള്ളി റിക്കവേർഡ് ആയതിനു ശേഷം അവൻ്റെ അടുത്ത് പോയി റിവെഞ്ച് എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ കേട്ടത് നിങ്ങൾ അവൻ്റെ കൈ എന്നെ കട്ട് ചെയ്തു എന്നുള്ളത്, യങ് മാസ്റ്റർ യോവൂൺ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടതിന് ശേഷം എനിക്കറിയില്ല ഞാൻ ഹാപ്പിയാണോ അതോ ഡിസപ്പോയിൻറ്റഡ് ആണോ എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളാണ് എന്നെ ടീമിലെടുക്കേണ്ടത്. നിങ്ങൾക്കാണ് അതിനുള്ള റെസ്പോൺസിബിൾ. എന്ത്? എനിക്ക് മനസ്സിലായി നീ ഇപ്പോൾ ഭയങ്കര റഫ് സ്പോട്ടിലാണുള്ളതെന്ന്. പക്ഷേ ഇപ്പം ഞാനാണ് നിന്നെ കെയർ ചെയ്യേണ്ടതെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കണം? എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ കടന്നുപോയ സംഭവങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി പോയതാ. പക്ഷേ എൻ്റെ ഈ കയ്യും കാലും ഒടിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് എന്നെ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത്. എനിക്ക് നിങ്ങൾക്ക് കുറേ ചെയ്തു തരാൻ സാധിക്കും. അപ്പോൾ ഇതിനർത്ഥം നീ എൻ്റെ ജേണിയിൽ അൾട്ടിമേറ്റ്ലി ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്നാണോ? അതോ ഈ സമയത്ത് നിനക്ക് ജസ്റ്റ് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണോ? ഗ്യൂ, നീ അക്കാഡമിയിൽ പ്രവേശിച്ചതിന് ശേഷം എപ്പോഴും ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണം. പക്ഷേ നിനക്ക് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഫോളോവറായിട്ട് സെർവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ആ ആളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലത്തിന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ട്രൂ ഫോളോവർ ആവാൻ താല്പര്യമുണ്ടോയെന്ന് പിന്നീട് അറിയിച്ചാൽ മതിയോ? ഞാൻ ഉറപ്പ് വരുന്നു കൂടുതൽ സമയമൊന്നും എടുക്കൂല. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ നോന്ന് പറയണു. നിൽക്കൂ. പക്ഷേ മൈലോഡ്, അവനിപ്പോൾ ശരിക്കൊരു ടൈറ്റ് സ്പോട്ടിലാണ്. അവൻ്റെ ഈ പ്രപ്പോസൽ ഒന്ന് റീകൺസിഡർ ചെയ്തൂടെ? മൈലോഡ്, മോൻഗ്യൂനെ പോലെ ഒരു ടാലൻറ്റഡ് മാർഷൽ ആർട്ടിസ്റ്റിനെ നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. മറ്റുള്ള മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും ഇവനെപ്പോലൊരുത്തനെ അവരുടെ സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അവനെ ഇങ്ങനെ വെറുതെ വിടാൻ നിൽക്കല്ലേ. മൈലോഡ്, ഒരു ഗ്രൂപ്പ് ലീഡർ ആവാൻ മാത്രം സ്ട്രോങ്ങറാണ് ഇവൻ. എനിക്ക് ഉറപ്പുണ്ട് അവൻ ഈ ഒടിഞ്ഞ കാലം വെച്ച് നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ഫോളോവറായി മാറാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം അവനെ നമ്മുടെ ടീമിലെടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കണം. അവൻ്റെ ഈ ഒരു സിറ്റുവേഷൻ്റെ പേരിൽ മാത്രം ഞാൻ എന്തിനാ അവനെ എൻ്റെ ടീമിലെടുക്കണം? ഞാൻ ഇതുവരെ എത്രയോ സ്റ്റുഡൻസിനെ റിജക്റ്റ് ചെയ്തതാണ്. ഈ സ്റ്റുഡൻ്റ് ഒരു ടാലൻറ്റഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ തന്നെ റൂൾസ് ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റൂല. വൈറ്റ് യങ് മാസ്റ്റർ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 4 ദിവസം തരുമോ? നോ. എങ്കിൽ 2 ദിവസം? നോ. എങ്കിൽ 1 ദിവസം? മതി, നിർത്ത്. എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നീ എന്തിനാ ഇത്രയും സമയം എടുക്കണം? അത് ഞാനോ ഫേഷ്യൽ അനാലിസിസ് മോഡ് ഓൺ ചെയ്യുക. അത് നിങ്ങൾ ശരിക്കും എങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കൊന്ന് ഒബ്സർവ് ചെയ്യണം. അതുകൊണ്ടാ നാനോ സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ എറർ സിഗ്നലാണ് കൊടുത്തുകൊണ്ട് വെക്കണം. അൺഎബിൾ ടു ആക്ടിവേറ്റ് ഫേഷ്യൽ അനാലിസിസ് മോഡ്. അതെന്താ സാധിക്കാത്ത? ടാർഗറ്റിൻ്റെ ഫേഷ്യൽ മസിൽസൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ സ്കിന്നിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫേഷ്യൽ അനാലിസിസ് കംപ്ലീറ്റ് ആവാത്തത്. ഓ, അവൻ്റെ നെക്കിലുള്ള സ്കിന്നും ചെവിയുടെ ബാക്കിലുള്ള സ്കിന്നും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത്
ഹ്യൂമൻ സ്കിൻ മാസ്ക് ആണോ? അവനെന്തിനാ അവൻ്റെ ഫേസ് ഇങ്ങനെ ഹൈഡ് ചെയ്യണ്? ടാർഗറ്റിൻ്റെ ബോഡി പാർട്സ് ആർട്ടിഫിഷ്യൽ സ്കിന്നിൽ കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് അനലൈസ് ചെയ്യുമ്പോൾ ടാർഗറ്റിൻ്റെ ഏജ് അപ്രോക്സിമേറ്റ്ലി 15 to 17 ഇയേഴ്സ് ഓൾഡാണ്. പക്ഷേ എന്തിനാ? ടാർഗറ്റാണെങ്കിൽ ഒരു ഫീമെയിലാണ്. ഓ, അപ്പോൾ അവൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യാൻ. എന്ത്? കണ്ടിട്ട് അവൻ എൻ്റെ നെക്കിലും ഇയറിലും നോക്കിക്കൊണ്ട് നിൽക്കണ്. അവനത് കണ്ടുപിടിച്ചോ? ഏയ് ഇല്ല, അതൊരിക്കലും സാധിക്കൂല സർ. ലീക്ക് പോലും ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ യങ് മാസ്റ്റർ യോവൂണിന് ഒരിക്കലും സാധിക്കൂല. നീയൊരു പെൺ? യങ് മാസ്റ്റർ, ആക്ച്വലി നിങ്ങളുടെ ഫോളോവർ ആവാൻ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്കതിന് കൂടുതൽ സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല. പ്ലീസ് എന്നെയും കൂടെ ഏറ്റെടുക്കൂ. ഞാൻ എൻ്റെ ലോയാലിറ്റി നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നു. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? നിങ്ങൾ പറയാൻ വന്ന കാര്യം നമുക്ക് പിന്നീടൊരു പ്രൈവറ്റ് പ്ലേസിൽ വെച്ച് സംസാരിച്ചാൽ പോരെ? അവർ രണ്ടുപേരും ഡിസ്റ്റൻറ്റ് വിസ്പർ ചെയ്തു. അങ്ങനെയെങ്കിൽ ഓക്കെ. ഗ്യൂ, ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ. അല്ല, നീ ഇപ്പോൾ ഗ്രൂപ്പ് ലീഡർ അല്ലല്ലോ. എന്തായാലും നിന്നെ കണ്ടിട്ട് കുറേ നാളായാലോ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നിങ്ങളെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിഹോൽക്കോ, ഞാൻ ബേക്കി, ഞാൻ ഹിയോബോങ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടാൻ തുടങ്ങി. ഇപ്പം എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനി ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് റീഓർഗനൈസ് ചെയ്യണം. ഇപ്പം എനിക്ക് 26 ന്യൂ ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 53 ആൾക്കാരുള്ള എൻ്റെ ഗ്രൂപ്പിനെ ഒരേപോലുള്ള 6 ഗ്രൂപ്പ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ യെല്ലോ ബാഡ്ജ് വെച്ച് കൊടുക്കണം. അതിൽ മറ്റുള്ള 5 ഗ്രൂപ്പ് ലീഡേഴ്സിനെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തു. അവരുടെ ലോയാലിറ്റിയും മാർഷൽ ആർട്സ് അബിലിറ്റിയും ഒക്കെ ബേസ് ചെയ്ത്. ഗ്രൂപ്പ് 1ൻ്റെ ലീഡർ വാങ്ഹോൽക്കോ, ഗ്രൂപ്പ് 2ൻ്റെ ബേക്കി, ഗ്രൂപ്പ് 3ൻ്റെ സാങ്വാഹോ, ഗ്രൂപ്പ് 4 ഉമിൻചാസ്, ഗ്രൂപ്പ് 5 ഗാലിയോൺ. അങ്ങനെ അവസാനം യോവൂൺ ഈ അക്കാഡമിയത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ആർമിയുടെ ലീഡറായി മാറി. പിന്നെ നമ്മളെ കാണിക്കുന്നത് അഡമൻറ്റൈൻ സ്റ്റോൺ ട്രെയിനിങ് റൂമിൻ്റെ ബാക്കിലാണ്. സമയമാണ് രാത്രി 8 മണി. ഇത് നിൻ്റെ ട്വിൻ ബ്രദറിൻ്റെ ഫേസ് അല്ലേ? അതെ. ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫാദറിനെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ലാൻഡിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അവിടെ വെച്ച് ഈവിൽ ഫാക്ഷൻ്റെ അറ്റാക്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ ഷോക്ക് ന്യൂസ് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ യങ്ങർ ട്വിൻ ബ്രദറിൻ്റെ ബർത്ത് ടൈമിൽ അമ്മയും മരിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ അവൻ ഡിസബിലിറ്റിയായിട്ടാണ് ജനിച്ചത്. ഇത് കണ്ട് ഷോക്കായ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇത് പുറം ലോകത്തുനിന്ന് മറച്ചു വെച്ചു. അറ്റ്ലീസ്റ്റ് നിനക്ക് ജനിച്ചപ്പോൾ തന്നെ മാർഷൽ ആർട്സിൻ്റെ ടാലൻറ്റ് കിട്ടിയല്ലോ. പക്ഷേ എന്തൊക്കെയായാലും ഇതൊരു നാൾ പുറത്ത് വരൂലേ? പിന്നെ എന്തിനാ അത് മറച്ചു വെച്ച്? അതും ഈ 6 സെക്റ്റ് കാരണം കൊണ്ട് തന്നെയാണ്. ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റത്തെ ഒരു പിൻഗാമിനെ അവരുടെ ഫോളോവറായി കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഞാൻ അക്കാഡമിക്ക് കയറുന്നതിന് മുന്നേ അവർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ റെഗുലറായിട്ട് ആൾക്കാരെ അയച്ച് എന്നെ അവരുടെ സെക്റ്റിക്ക് കല്യാണം ആലോചിക്കുമായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റത്തെ ആൾക്കാർ ആണുങ്ങളാണ് അവരുടെ ചീഫായിട്ട് സെലക്ട് ചെയ്യാന്നാ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഗ്യൂ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ യൂന് ഈ അക്കാഡമിയിൽ പ്രവേശിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഈ ഡിസബിലിറ്റി അഡ്വാൻറ്റേജ് ആക്കിയെടുത്ത് ഈ 6 സെക്റ്റത്തെ ആൾക്കാരും അവൻ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കുമായിരുന്നു. ആ സെക്റ്റിനെ ലീഡ് ചെയ്യുക ഒരു പിൻഗാമി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റിനെ ആ 6 സെക്റ്റത്തെ ഏതെങ്കിലും ഒന്ന് ഏറ്റെടുക്കും. അപ്പോൾ മറ്റുള്ള 5 സെക്റ്റ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പവർ കൂടും. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും തോന്നുന്നു. ഈ ഗ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ യോവൂണിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഈ ലേഡിയാണ്. യു എന്ന് പറയുന്നത് ഈ ലേഡിയുടെ ട്വിൻ ബ്രദറാണ്, ഡിസബിലിറ്റി ആയിട്ട് ജനിച്ച ആൾ. അവനെ പിന്നീട് നമ്മളതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ആണായിട്ട് ഈ അക്കാഡമിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചത്. എനിക്കറിയായിരുന്നു എനിക്കിവിടെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു. അത് വെച്ച് ആ 6 സെക്റ്റുകാർ ഞങ്ങളുടെ പിന്നാലെ വരുന്ന തടയാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സെക്റ്റിനെ കൺവിൻസ് ചെയ്തത്. പക്ഷേ ആർക്കും അറിയില്ല നിൻ്റെയും നിൻ്റെ ബ്രദറിൻ്റെയും ജെൻഡർ. പിന്നെ എന്തിനാ നീ നിൻ്റെ ബ്രദറിൻ്റെ പേര് യൂസ് ചെയ്യണതിന് പകരം നിൻ്റെ പേര് യൂസ് ചെയ്ത്? ആ കാര്യം ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തതാണ്. എന്നെങ്കിലും ഞാൻ ഇതിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ സെക്റ്റിനോ എൻ്റെ ബ്രദറിനോ ഇത് കാരണം കൊണ്ട് ഒരു ട്രബിളും ഉണ്ടാവരുത്.
ഇങ്ങനെയൊരു ഭയങ്കര സിറ്റുവേഷനിലൂടെയാണ് അവൾ കടന്നു പോകണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതും അവളുടെ പേരൻസ് പോലും ഇല്ലാതെയാണ് അവൾ ഇങ്ങനെ വളർന്നു വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ഹ്യൂമൻ സ്കിൻ മാസ്ക് യൂസ് ചെയ്യണതെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോമിസ് നിങ്ങൾ പാലിക്കാൻ നോക്കണം. ഇതാരോടും പറയാൻ നിൽക്കരുത്. ഓഫ് കോഴ്സ്. അല്ല, അപ്പോൾ നീ നിൻ്റെ വോയിസും ആൾട്ടർ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. കാരണം ചെറുതായിട്ടൊന്ന് പാളിയാൽ പോലും എന്നെ അവർ പെട്ടെന്ന് കണ്ടെത്തും. അവളുടെ സംസാരം ചെറുതായിട്ടൊന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോയ് സംസാരിക്കണ പോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ അവൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഗേളിൻ്റെ വോയിസ് ഉണ്ട്. ഞാൻ എൻ്റെ നാച്ചുറൽ വോയിസിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ത്രോട്ടിന് നല്ല സുഖമുണ്ട്. നിങ്ങൾക്കറിയോ, ലോവർ ടോണിൽ സംസാരിക്കുന്നത് എൻ്റെ ത്രോട്ടിനെ നല്ല രീതിക്ക് ഹർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ലൈറ്റായാലോ? ഓ, ഞാൻ അതിനെക്കുറിച്ച് മറന്നു. എൻ്റെ ഹ്യൂമൻ സ്കിൻ മാസ്കിൽ ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്യണം. എല്ലാ നൈറ്റും ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ മാസ്ക് പറഞ്ഞ് താഴെ പോരും. എന്താ ഇത് പറഞ്ഞ് പോരാത്ത്? ഓ, എൻ്റെ ഹെഡ് ബാൻഡും കൂടി പോന്നു അതിൻ്റെ ഒപ്പം. എൻ്റെ ഈ ഒടിഞ്ഞ കയ്യും വെച്ച് ഇത് റീഅപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളെ കണ്ടിട്ടാണെങ്കിൽ യോവൂണാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുക. ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണോന്ന് വിചാരിച്ചിട്ട്. ഇപ്പം മനസ്സിലായില്ലേ, യോവൂണ് ചെറിയൊരു കോഴിയാണ് കേട്ടോ. ഇനി ആരും ഓളെ നോക്കാൻ നിൽക്കണ്ട, യോവൂൺ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞേക്കണു. നിങ്ങളിവിടെ ഉള്ളത് എന്തായാലും എനിക്ക് ഉപകാരമായി യങ് മാസ്റ്റർ. നിങ്ങളുടെ കൈയൊന്ന് തുറന്നു പിടിച്ചേ. ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. യോവൂണാണെങ്കിൽ ഇപ്പോഴും ആകെ നാണം വന്ന് നിൽക്കുക. ഇത്രയും ഭംഗിയുള്ള ഒരാളെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഇപ്പം ശരിയായി. താങ്ക് യു. ഇത്തവണ എന്തായാലും എൻ്റെ സീക്രറ്റ് ഷെയർ ചെയ്ത് എനിക്കെന്തായാലും നന്നായി. നിങ്ങളീ കാണുന്ന പോലെ തന്നെ ഞാനിപ്പോഴും ഫുള്ളി റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടാവും. നിങ്ങൾ അഡമൻറ്റൈൻ സ്റ്റോൺ ട്രെയിനിങ് റൂമൊക്കെ അല്ലേ പോണത്? അതെ. ഇതിൽ ഏത് റൂമിലാണ് നിങ്ങളുടെ ഡോർമെട്രി വരുന്നത്? അത് ഇവിടെ ബിൽഡിംഗ് 4 റൂം 7. എന്തിനാ? ഇപ്പോൾ ഞാനും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് മെമ്പറല്ലേ, അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യട്ടെ. ശരി, നമുക്ക് പിന്നെ കാണാം. അത് ബിൽഡിംഗ് 4ഓ? പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു ഫൈറ്റാണ്. സ്റ്റുഡൻറ്റ് 321 പിയോങ് വോൺ ഹാൻ, ഡിമോണിക് ബോൺ സെക്ടത്തെ. അവനാകട്ട് അലക്കിയും കൊണ്ട് നിൽക്കുക ആരോ ഒരാൾ. അവൻ തിരിച്ചും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ആ വന്ന ആൾ അവനെ പിന്നെ ഇടിച്ച് നിലത്ത് വീഴ്ത്തി. നോക്കുമ്പോൾ അത് നമ്മളെ മൊഗിയായിരുന്നു. നിന്നെ ഞാൻ യങ്ങിലോട് മൊഗിയം 10 ദിവസം ഇൻഫർമറിയിൽ കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, ഒരു അപ്പർ റാങ്ക് സെക്ടത്തെ സ്റ്റുഡൻറ്റിന് യങ് ലോഡിൻ്റെ ഒപ്പം 30 ഫോംസ് വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ. പക്ഷേ എന്തായാലും യങ് ലോഡ് ഡിമോണിക് ഡ്രാഗൺ മാർബിൾ കൺസ്യൂം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ 60 ഇയേഴ്സിൻ്റെ ഇൻറ്റേർണൽ പവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. മുഗിയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് യെല്ലോ ബാഡ്ജ് എടുത്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഡെസ്പറേഷൻ അദ്ദേഹത്തിന് ട്രാൻസൻ മാസ്റ്ററിൻ്റെ ഏർലി സ്റ്റേജിലേക്ക് തന്നെ എത്തിച്ചു. എനിക്ക് യെല്ലോ ബാഡ്ജ് കിട്ടി. വാ, നമുക്ക് പോവാം ജാഹ്യോൺ. ഞാൻ ഇതൊക്കെ ചെയ്യണതിന് ആകെ ഒറ്റ എക്സ്പ്ലനേഷനേ ഉള്ളൂ. ആ മോൺസ്റ്ററായിട്ടുള്ള ഫൈറ്ററിനെ എനിക്ക് എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അവനെപ്പോലത്തെ ട്രാഷായിട്ടുള്ള ഒരുത്തനെ ഈസി ആയിട്ട് തോൽപ്പിക്കണമെങ്കിൽ എനിക്കെൻ്റെ പവർ ഇനിയും കൂട്ടണം. എന്നിട്ട് ഞാൻ നിന്നെ വന്ന് എടുത്തോളാം യോഗോൺ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡോർമെട്രി 4 റൂം 7, യോഗോൻ്റെ ഗ്രൂപ്പ് റൂം. ഓ, നിങ്ങളൊക്കെ എത്തിയോ? ഇതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. എനിക്കുറപ്പാണ് ആ ഹ്യൂമൻ സ്കിൻ മാസ്ക് ഉള്ളതുകൊണ്ട് അവളെന്തായാലും പിടിക്കപ്പെടില്ല. പക്ഷേ ഇവിടുത്തെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞ് ഹിയോബോങ് ആണെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഊരാൻ തുടങ്ങി. എനിക്കല്ലെങ്കിലേ അറിയാമായിരുന്നു. നോക്കുമ്പോൾ ഹിയോബോങ് ആണെങ്കിൽ ഫുള്ളായിട്ട് അവൻ്റെ ഡ്രസ്സ് മൊത്തം ഊരി. എന്നിട്ട് ആ ഡോർമെട്രി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നത് ഒരു ലേഡിയാണെന്നുള്ള കാര്യം അറിയാതെ. ഇതെങ്ങാണ് പറഞ്ഞ ഹിയോബോങ്ങിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തായാലും കുളിക്കാൻ പോട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്കിവിടെ നിൻ്റെ മാനെ രക്ഷിക്കാൻ പറ്റിയില്ല ഹിയോബോങ്. ഞാനും കുളിക്കാൻ പോട്ടെ. ഞങ്ങളെന്തായാലും ആദ്യം പോട്ടെ മൈലോഡ്. നിനക്ക് ഇതൊക്കെ ഓക്കെ ആണോ? ഞാൻ ഇതിലൂടെ കുറേ പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാ. എനിക്ക് ഇതൊന്നും ഒരു കുഴപ്പമേ അല്ല. അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല യങ് ലോഡ്. നിങ്ങൾ പോയി വാഷ് ചെയ്തോളൂ. ടാർഗറ്റിൻ്റെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് ഇൻക്രീസ് ആവുന്നുണ്ട്. നാനോ അലേർട്ട് കൊടുത്തു. നീ ഇതിനൊക്കെ യൂസറായിരുന്നോ? തേങ്ങ, നിനക്ക് നേരെ എൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഞാൻ എന്തായാലും ഇവിടെ പുതിയൊരു റൂള് കൊണ്ടുവരേണ്ടി വരുന്ന തോന്നുന്നു.
റൂമിലാരും നെയ്ക്കഡായി നടക്കരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. യോഗൂണും അവൻ്റെ ഫോളോവേഴ്സും തേർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള യെല്ലോ ബാഡ്ജും ആ ഗ്രൂപ്പ് ലീഡേഴ്സിനൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 17 യെല്ലോ ബാഡ്ജസ് ഉണ്ട്. പക്ഷേ വാരിയർ ഡാൻസ് സെക്ടത്തെ ചക്സാമ 2 ബാഡ്ജ് പൊസസ് ചെയ്ത് വെച്ചിരുന്നു. ആദ്യത്തെ 1 ആർക്കും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ 16 ഗ്രൂപ്പായിട്ട് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 206 സ്റ്റുഡൻസിൽ 15 സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 21 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് കണ്ടെത്തി ജോയിൻ ചെയ്യണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആ ഡോർമെട്രിക്ക് ബാക്കിലുള്ള മൗണ്ടൈനാണ്. ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ട് തന്നെ ഈ മെമ്പേഴ്സിനൊക്കെ 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് ഞാൻ പഠിപ്പിച്ചോളാം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഈ ടെക്നിക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര തിരക്കിലാവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഞങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളാവും. ഇവന്മാരോ? എനിക്കുറപ്പാ ഇവന്മാരിതൊക്കെ ചെയ്യണ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലുണ്ടായ ചെറിയൊരു തർക്കം കാരണം കൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് അവരവിടുന്ന് പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്നെങ്കിൽ അവർ ഉറപ്പാക്കണമായിരുന്നു. വാങ്ഹ്യൂവിൽ പറയുന്നത് ഞാനും അഗ്രി ചെയ്യണു. ഇതിനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ അവർ പറയുന്നത് എന്നെ അവർ കയറുണ്ടെന്ന് കാണിക്കാനാണ്. പക്ഷേ പിന്നെ നമ്മൾ കാണിക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നടന്ന ചെറിയൊരു തർക്കമാണ്. അറ്റ്ലീസ്റ്റ് 7 ദിവസമെങ്കിലും വേണ്ടി വരും നിനക്ക് 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ. അത് വളരെ കൂടുതലല്ലേ? ഞാൻ നോക്കിയിടത്തോളം 7 ഡീമൺ ഷോട്ട് ടെക്നിക്കിന് വെറും 4 ദിവസം മതി. 7 ദിവസം ഉണ്ടെങ്കിൽ സ്വേർഡ് ഡീമൻസ് ഡെസിമേറ്റിംഗ് ഫോർമേഷൻ പഠിക്കുക. ശരി, എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഓ, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനിലാണല്ലേ. ഞാൻ ഈ സ്ഥലം എടുത്തോളാം. എങ്കിൽ ഞാൻ ആ സ്ഥലം എടുത്തോളാം. ഞങ്ങളുടെ ടെക്നിക്ക് വന്ന് ഒളിഞ്ഞു നോക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തതിനെക്കുറിച്ച് നീ ആലോചിക്കുക പോലും ചെയ്യരുത്. അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും എല്ലാം ഇവിടുന്ന് മാറിപ്പോട്ടെ. പക്ഷേ എന്തായാലും ഒരു ചെറിയ ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ഒരു ചീത്ത കാര്യമല്ല. മൈലോട്ട്, എനിക്കിനിയും കൂടുതൽ മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്. നിനക്കും ഉണ്ടോ? ഞാനും അതേ അവസ്ഥയിലപ്പോൾ നിൽക്കുന്നത്. എന്നോട് ക്ഷമിക്കണം മൈലോട്ട്. എൻ്റെ ഗ്രൂപ്പിൽ മെമ്പേഴ്സിനെ തികക്കാൻ വേണ്ടി ഞാൻ പോവുക. അപ്പോൾ അതുവരെ എൻ്റെ മെമ്പേഴ്സിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിടട്ടെ? ഓ, അതിനെന്താ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി കൂടുതൽ മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ നോക്കട്ടെ. ഇതിൽ ജസ്റ്റ് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്ത് ജോയിൻ ചെയ്യിക്കണ കാര്യം മാത്രമല്ല, അവരൊക്കെ എൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിന് കുറേ സമയമെടുക്കും. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോവോൻ്റെ ഒരു ഗ്രൂപ്പ് ചാർട്ടാണ്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ബേക്കിക്കും കൂടുതൽ മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യണ്ടേ? പക്ഷേ അവന് മറ്റുള്ളവരുടെ ഹെൽപ്പ് സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് അവൻ നോക്കിക്കോളും. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോവൂണും അവൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. കുറേ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും കെയർ ചെയ്യുക എന്നുള്ളത് യങ് മാസ്റ്ററിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഹിയോബോങ്ങൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് യോവോൻ്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് എടുക്കുന്നതിന്. അങ്ങനെ ഫൈനലി ഞാൻ ലോഡിൻ്റെ കയ്യിൽ നിന്ന് മാർഷൽ ആർട്സ് പഠിക്കാൻ പോവുക. എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ പോണത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. ഞാൻ എന്തായാലും ആദ്യം നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഭയങ്കര സ്ലോ ആയിട്ടേ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യണം. യെസ് മൈ ലോഡ്. എന്നെ നോക്കുമ്പോൾ യോവോണ് ആ 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇത് മാനുവൽസിലെ പിക്ചേഴ്സ് കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ ടെക്നിക്കാണ്. പക്ഷേ അദ്ദേഹം എങ്ങനെ ഇത് ഇത്ര പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യണത്? യോവോണാണെങ്കിൽ അത് നിസ്സാരമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക അവൾക്കൊക്കെ. ഇതെങ്ങനെ പോസിബിൾ ആവണ്? ഞാൻ കേട്ടത് ഈ 7 ദിവസത്തിൽ 5 ദിവസം ഇദ്ദേഹം ഡിറ്റൻഷൻ സെൻറ്ററിൽ ലോക്കായി കിടക്കായിരുന്നു എന്നാ. എന്നിട്ടും അദ്ദേഹം എങ്ങനെ ഈ ഫോംസൊക്കെ ഇത്രത്തോളം പെർഫെക്റ്റായിട്ട് കാണിക്കണേ? ഞാനാണെങ്കിൽ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്വിക്ക് ലേണറായിട്ടാണ്. പക്ഷേ എനിക്ക് പോലും ഇങ്ങനത്തെ ഒരു ന്യൂ ഷോട്ട് ടെക്നിക്ക് ഇത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. യോവൂണ് അവർക്ക് അതൊക്കെ അങ്ങനെ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇനി എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ വിചാരിക്കണ നിങ്ങളെന്തായാലും അതൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യെസ് മൈ ലോഡ്. ഇനി നിങ്ങൾ ഓരോരുത്തരെയും ഈ ഫോം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് എന്തായാലും നിങ്ങൾ പെർഫോം ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ച മൈ ലോഡ്? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അദ്ദേഹം നമ്മൾ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ട്രെയിനിങ് ചെയ്യാൻ പോവുക. ഞാൻ ഇത് സ്വപ്നം കാണുകയാണോ?
ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ആരെക്കൊണ്ടാണ് ഫസ്റ്റ് ചെയ്യിപ്പിക്കണേ മൈലോഡ്? നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണേ? അല്ല അത് ഇത് പെട്ടെന്നാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറ്റ് എ ടൈം പെർഫോം ചെയ്യണം. ഇത് ഞാൻ നിങ്ങൾ ഓരോരുത്തരായിട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു നൂറ്റാണ്ടെടുത്താലും ഇത് തീരൂല. എന്ത്, എല്ലാവരും ഒരുമിച്ചോ? ഓക്കെ, ഇനി എന്തായാലും നിങ്ങളെല്ലാവരും 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് പെർഫോം ചെയ്യേ. അദ്ദേഹത്തിന് ഈ ഗ്രൂപ്പിനെ ഒരുമിച്ച് സ്പോട്ട് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിന്ന് ഇവർ ഓരോരുത്തർക്കും കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാനും ഒരു സൈഡിൽ നിന്ന് വാച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചേക്കാം. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കണേ? നമുക്കെന്തായാലും ആദ്യം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഫസ്റ്റ് ഫോം പെർഫോം ചെയ്യേ, യോവനെ വിളിച്ചു പറഞ്ഞു. നാനോ ആക്ടിവേറ്റ് റിയാലിറ്റി ട്യൂട്ടോറിയൽ മോഡ് യൂസ് ചെയ്തിട്ട് ഈ 17 മെമ്പേഴ്സിൻ്റെയും 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടെങ്കിൽ എന്നെ അത് അറിയിക്കുക. നാനോ മൾട്ടി ട്യൂട്ടോറിയൽ മോഡ് ആക്ടിവേറ്റ് ചെയ്തു. അവരൊക്കെ ഫസ്റ്റ് കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം പെർഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ ഫോംസൊക്കെ കാണാൻ ഓക്കെയാണ്. പക്ഷേ റിയാലിറ്റിയിൽ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ഫോംസ് നല്ല രീതിക്കല്ല ചെയ്യണത്. യോഗോണാണെങ്കിൽ നാനോയെ യൂസ് ചെയ്ത് ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ ഡിസ്റ്റൻറ്റ് വിസ്പറിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റുഡൻസാണ് നല്ല രീതിക്ക് പെർഫോം ചെയ്യാത്തതെന്നുള്ളത് ലോഡിനെ അറിയിച്ചേക്കാം. നമ്മളിപ്പോൾ ഒരു ട്രെയിനിങ്ങിൻ്റെ മിഡിലായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നമ്പർ വെച്ചിട്ടായിരിക്കും വിളിക്കുക. എന്നിട്ട് യോബൂണാണെങ്കിൽ അവർ ഓരോരുത്തരെയും ഓരോ നമ്പർ വെച്ച് വിളിച്ച് അവരുടെ തെറ്റുകളൊക്കെ കാണിച്ചു കൊടുത്ത് അത് തിരുത്താനുള്ള ടെക്നിക്കും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് ഗ്യൂ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുക. നോ വേ, ഹിയോബോങ്ങിനെയാണെങ്കിൽ ഞാൻ ഒന്ന് എക്സ്ട്രാ കെയർഫുള്ളായിട്ട് നോക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹമാണെങ്കിൽ അവൻ്റെ എല്ലാ തെറ്റുകളും ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ എല്ലാവരെയും ഒരേ സമയത്ത് ഒബ്സർവ് ചെയ്യാൻ കഴിയണേ? ഒരു ഷാർപ്പായിട്ടുള്ള ഐയുള്ള ആളെ കൊണ്ട് പോലും ഇതൊന്നും സാധിക്കില്ല. ശരി, ഇനി നിങ്ങൾ ഫസ്റ്റ് കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം ഒന്നും കൂടി പെർഫോം ചെയ്യേ. ഇനി പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്ന ടിപ്സൊക്കെ യൂസ് ചെയ്ത് മെല്ലെ പെർഫോം ചെയ്യാൻ ശ്രദ്ധിക്കുക. യെസ് മൈ ലോഡ്. അവർ വീണ്ടും ആ 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് പെർഫോം ചെയ്യാൻ തുടങ്ങി. യവണെപ്പോഴും അത് നാനോനെ വെച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും കുറേ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അവർ ഈ ടെക്നിക്കൊക്കെ സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കണം. ഞാൻ എന്തായാലും ഇനി അതൊക്കെ പിന്നെ ശരിയാക്കി കൊടുത്തോളാം. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ഫോംസൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെ ഇതൊക്കെ സാധിച്ച്? എനിക്കെന്തായാലും ഉറപ്പുണ്ട് അവരെന്തായാലും ഫൂൾസ് അല്ല സെയിം മിസ്റ്റേക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസമൊക്കെ കൂടുതലാണ്. പക്ഷേ എങ്കിലും എക്സ്പെക്റ്റ് ചെയ്ത ടൈമിലേറെ കൂടുതലെടുത്തു ഓരോരുത്തരും 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്റ്റിലുള്ള സ്റ്റുഡൻസൊക്കെ 7 ദിവസം കൊണ്ട് തന്നെ അതൊക്കെ പഠിച്ചെടുത്തു. പക്ഷേ മാർഷൽ ആർട്ടിസ്റ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനൊക്കെ കൂടുതൽ സമയമെടുത്തു ഫൈനൽ ടെക്നിക്കൊന്ന് പെർഫെക്റ്റായി വരാൻ വേണ്ടിയിട്ട്. അതിലും വെച്ച് 5 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷമാണ് ഓജോങ് ഒന്ന് ജോയിൻ ചെയ്ത്. പക്ഷേ താങ്ക്ഫുള്ളി ഓജോങ്ങിന് മാർഷൽ ആർട്സിലൊക്കെ നല്ല ടാലൻ്റ് ഉള്ളതുകൊണ്ട് 5 ദിവസം കൊണ്ട് തന്നെ അവനും പഠിച്ചെടുത്തു. പിന്നെ നമ്മളെ കാണിക്കുന്നത് 10 ദിവസത്തിന് ശേഷമാണ്. ഞാൻ തോറ്റു. അപ്പോൾ നീ നിൻ്റെ ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്തു അല്ലേ? നീ ശരിക്കൊരാണാണടാ. ഗാലിയോണിനും 9 ദിവസം എടുത്തു. നീ എങ്ങനെ ഇതൊക്കെ 7 ദിവസം കൊണ്ട് നിൻ്റെ മെമ്പേഴ്സിനെ പഠിച്ച്? അതൊക്കെ ഈസി അല്ലേ? അവർ പഠിക്കുന്നത് വരെ ഞാൻ അവരെ അടിച്ചുകൊണ്ടിരുന്നു. ഓ ഓക്കെ, ഈ 10 ദിവസം കൊണ്ട് അവർ 7 ഡീമൺ ഷോട്ട് ടെക്നിക്ക് മാസ്റ്റർ ചെയ്യുക മാത്രമല്ല ചെയ്ത്. ബേക്കി, സംഗ്വ, ഉമിൻ അവരൊക്കെ അവരുടെ ഗ്രൂപ്പിലത്തെ സ്ലോട്ട്സൊക്കെ ഫില്ല് ചെയ്തു. അതിലും വെച്ച് ചില മെമ്പേഴ്സൊക്കെ ശരിക്കും ഗ്രൂപ്പ് ലീഡേഴ്സ് ആവാൻ മാത്രം ടാലൻ്റുള്ള ആൾക്കാരുമാണ്. വെസ്റ്റ് ഗേറ്റ് സെക്റ്റത്തെ ടാഗ് ഗ്യോംചെ വന്ന് ജോയിൻ ചെയ്തു. ഈ 6 സെക്റ്റും പവറിന് വേണ്ടിയിട്ടുള്ള പിടിവലിയിൽ നമ്മളുടെ കൾട്ടിൻ്റെ എനർജി വെറുതെ വേസ്റ്റ് ആവുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ചിയോൺ ബ്ലഡ് ലൈനിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്ക് ഞാൻ ഈ 6 സെക്റ്റിലും ഭാഗമായിട്ടുള്ള ഒരാളല്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന്. പിന്നെ സംഗ്വ അവരുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നു. ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കില്ല് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ലോയാലിറ്റി ഞാൻ നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. ഇത് ഡിമോണിക് ഹീറ്റ് സെക്റ്റത്തെ സോജോങ് വു. പക്ഷേ യോവണാണെങ്കിൽ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് 3 ഫോമിൽ സോജോങ്ങിനെ തോൽപ്പിച്ചു. അങ്ങനെ
2 ഏർലി അസെൻഡൻറ്റ് മാസ്റ്ററും കൂടിയും യോവോണിൻ്റെ ഫോളോവറായിട്ട് ജോയിൻ ചെയ്തു. ഈ 10 ദിവസത്തിൽ വാങ്ഹുലും സങ്വേയും കൂടി റെഗുലറായിട്ട് ട്രെയിൻ ചെയ്ത് അവർ ഏർലി അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലേക്ക് എത്തി. അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിയതിന് നിങ്ങൾക്ക് 2 പേർക്കും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മൈ ലോഡ്. എനിക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സോഡ് എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരിക്കലും ഞാനൊരു ഭാരമാവില്ല. ഫസ്റ്റ് സോഡോ? പക്ഷേ ഫസ്റ്റ് സോഡ് എന്നുള്ള ടൈറ്റിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ബാക്കിക്കോ അല്ലെങ്കിൽ ഗ്യൂനോ സൂട്ടാവുന്ന ഞാൻ കരുതണത്. അത് ശരിയാ. അവരുടെ മാർഷൽ ആർട്സ് പവേഴ്സൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 പേരുമാണ് ഇതിന് ഫിറ്റ് എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ വാങ്ഹുലാണ് മറ്റുള്ള 2 ആളെക്കാട്ടിലും കൂടുതൽ ഈ ടൈറ്റിലിന് ഫിറ്റായിട്ടുള്ള ആൾ. നീ എന്താടാ ഇവിടെ ഒരു തർക്കം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അവനൊരു ടൈറ്റിൽ അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സോഡോ തേർഡ് സോഡോ ടൈറ്റിൽ എടുത്തോട്ടെ. സെക്കൻഡ് സോഡോ തേർഡ് സോഡോ? നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? ഇത് ഞാൻ ഇടപെടേണ്ട കാര്യമല്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്ട്രിക്റ്റ് ഹൈറാർക്കി ഞങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ലോയാലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഈ കൾട്ടിൽ പവർ കിട്ടുന്നത് സ്റ്റാറ്റസിനനുസരിച്ചാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവൾ പറഞ്ഞത് ശരിയാ. ഇങ്ങനെ ഒരു ലാർജ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുമ്പോൾ ഒരു ഹൈറാർക്കി എന്തായാലും അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ തേർഡ് എക്സാമിനേഷനിലെ ടൈമായിട്ടുണ്ട്. ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഭയങ്കര ഒരു ലോസായിരിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എല്ലാവരും മിണ്ടാതിരിക്കുക. എനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് ഞാൻ ഒരു ഹൈറാർക്കി കൊണ്ടുവരാൻ പോവുക. ഞാൻ ഇതിന്ന് കൂടുതൽ സ്കില്ലുള്ള ഒരു 6 പേരെ തിരഞ്ഞെടുക്കും. അവർക്കൊക്കെ ഈക്വലായിട്ടുള്ള സ്റ്റാറ്റസ് ആയിരിക്കും കിട്ടുക. അവരൊക്കെ 6 ലീഡേഴ്സിനാവും, അല്ല 6 സ്വാർഡ്സിനായിരിക്കും അവരൊക്കെ അറിയിക്കുക. മൈലോഡ്, നിങ്ങൾ ഈ 6 സ്വാർഡ്സിനെ സെലക്ട് ചെയ്യേണ്ട പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മൾ ഈ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ 6 സെക്റ്റിനെതിരെ തിരിയും. അവരെയൊക്കെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ മുൻനിരയിൽ തന്നെ എനിക്കൊരു 6 സ്വാർഡ്സിനെ വേണം. പക്ഷേ നമ്മൾ ആ 6 സെക്റ്റിനെ വീഴ്ത്തി പകരം അവിടെ 6 സ്വാർഡ്സിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യേണ്ട തുല്യമാവൂലേ? നിങ്ങൾ ആ 6 സ്വാർഡ്സത്തെ ഒരാളായെന്ന് വെച്ച് ആ പൊസിഷൻ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഓരോ വർഷം കോമ്പറ്റീഷൻ നടത്തിയിട്ടായിരിക്കും 6 സ്വാർഡ്സിനെ തിരഞ്ഞെടുക്കുക. ഈ കൾട്ടിൻ്റെ ടോപ്പിൽ ഞാൻ എത്തിയാലും ഇതിനൊരു മാറ്റവും വരില്ല. അദ്ദേഹം ഈ മൈനർ പ്രീസ്റ്റ്ഹുഡ് വിൻ ചെയ്ത് ഈ കൾട്ടിൻ്റെ ലീഡറായതിനു ശേഷം ഈ സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ആ 6 സെക്റ്റായും തീർക്കാനുള്ള ശരിയായിട്ടുള്ള വഴി. പക്ഷേ ഇപ്പോൾ നമുക്ക് തേർഡ് എക്സാമിനേഷൻ നടക്കാൻ പോണത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ 6 വേർഡ്സിനെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങളിൽ ഏർലി അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലേക്ക് എത്താത്ത എല്ലാവരും ഒന്ന് ബേക്കിലോട്ട് മാറി നിൽക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ഈ 6 പേരും 6 സ്വാർഡ് ആവണതിനെക്കുറിച്ച്? നോ മൈലോഡ്. ശരി, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്വാർഡ്. മൈലോഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും നമ്മൾ 6 സ്വാർഡ്സിനെ സെലക്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അതൊരു ക്ലിയർ ഹൈറാർക്കിയിലാവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അത് അഗ്രി ചെയ്യണം മൈലോഡ്. എന്തായാലും നമ്മൾ ചൂസ് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളുടെ സ്കില്ലിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ റാങ്ക് വരുന്നത്. നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക നമ്മൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കാർക്കും ഇഞ്ചുറി പറ്റേണ്ടത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻറ്റേർണൽ പവേഴ്സ് 3 സ്റ്റാർക്ക് കുറക്കണം. ഞാൻ ഫുള്ളി റിക്കവർ ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ മാച്ചിൽ പങ്കെടുക്കണില്ല. എന്തൊരു നാണക്കേടാ. ഞാൻ നിൻ്റെ ഒപ്പം സ്പെയർ ചെയ്യാനെന്ന് വിചാരിച്ചിരുന്നത്. ഓ, അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള മാച്ച് നമുക്ക് അടുത്ത വർഷം കാണാം. ഓ, അപ്പോൾ അതിനർത്ഥം യു ആണോ 6th സ്വാർഡ്? പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു ഷർട്ട് ഇങ്ങനെ പൊന്തിപ്പോണ്ടാ. ആ സംഭവം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ആരാണെന്നുള്ളത്. മനസ്സിലായില്ലേ? സംഭവം നമ്മളെ വാങ്ങിഹൂൽ തന്നെ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവനിപ്പോൾ ശരിക്കും ഇവിടെ ഷർട്ട് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഓ, ഈ ബീഫ് ഹെഡിനെ കൊണ്ട് തോറ്റു. അവർ 2 പേരും കൂടി നേരെ വാങ്ങിഹൂലിൻ്റെ അടുത്തേക്ക് വന്നു. ആദ്യം നിന്നെ ഞങ്ങൾ ഔട്ടാക്കി തരാടാ. പിന്നെ നോക്കുമ്പോൾ അവർ 3 പേരും ഭയങ്കര ഫൈറ്റിലാണ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ബേക്കിയും ടാഗ്യും ചെയ്യും. ഞാൻ ഗ്യൂവിൻ്റെ അത്ര സ്കില്ലുള്ള ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നമ്മളുടെ ഇതൊരു ഗ്രേറ്റ് മാച്ചായിരിക്കും.
എന്തായാലും ഫസ്റ്റ് മൂവ് നീ എടുത്തോ. ആ ചോയ്സ് എടുത്തതിന് നീ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. ടാഗ്യോമ് ബേഗിയുടെ അടുത്തേക്ക് പാഞ്ഞ് വരാൻ തുടങ്ങി. അപ്പുറത്താണെങ്കിൽ സോജോങ്ങും സങ്വേയും കൂടിയും വാങ്ഹുലിനെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് നിൽക്കുക. ഇവർ രണ്ടാളും പാടെ ഒരു ടീമായിട്ടാണ് വാങ്ഹുലിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം എനിക്കൊരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ട്. വാങ്ഹുല് ഒറ്റടിക്ക് രണ്ടിനെയും പാടെ ഇടിച്ചണ്ട് തെറിപ്പിച്ചു. നാശം. കമോൺ സോജോങ്, നമുക്കത് ഒരുമിച്ച് ചെയ്യാം. പക്ഷേ പിന്നെ നോക്കുമ്പോൾ കാണുന്ന ഓല് രണ്ടാളും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണതാ. ആദ്യം നിന്നെ ഞാൻ വീഴ്ത്തും. യു ലിറ്റിൽ ബ്രാറ്റ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യും. സങ്വേയും സോജോങ്ങും പാടെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അവരിത് തുടങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. അവരെന്തായാലും പെട്ടെന്ന് തന്നെ ഇനി ക്ഷീണിക്കും. നീ തീർന്നടി. സോജോങ് ഇടിക്കാൻ വേണ്ടി ചെന്നതും സങ്വ ഇന്ന് ഒഴിഞ്ഞു മാറിയിട്ട് നേരെ തിരിഞ്ഞ് അവളുടെ ഷോൾഡറിനെ ഒറ്റ അടിയിട്ട് കൊടുത്തു. എൻ്റെ ഷോൾഡർ. നീ എൻ്റെ ഷോൾഡറിൽ ഇടിച്ചല്ലേ. ഈ ബ്രാറ്റിൻ്റെ അടുത്ത് തോറ്റു എന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയണ്ട. എത്ര നാണക്കേടാ ഇത്. നമുക്ക് 5th സോഡിനെ കിട്ടി. നീയും നിൻ്റെ ഒരു ആക്സ് ടെക്നിക്കും. നിനക്കൊക്കെ വെറും ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരല്ല. കമോൺ, എനിക്കും ഇടിക്കണം. നിനക്ക് കണ്ണ് കാണില്ലേ? ഞങ്ങളിവിടെ ഒരു മാച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നീ ഇത്ര പിശുക്കനാകരുത്. എനിക്കും ആക്ഷനിൽ ഇറങ്ങണം. ബാഗി കിക്ക് ചെയ്യാനും തുടങ്ങി, ഇവനങ്ങോട്ട് പഞ്ച് ചെയ്യാനും തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. നിൻ്റെ പഞ്ചൊക്കെ ഭയങ്കര ടഫാണ്. പക്ഷേ നിനക്ക് നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് ഈസിയായി മാറും. നിൻ്റെ കിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഗാർഡ് ഡൗൺ ചെയ്യാതിരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ ഫസ്റ്റ് സ്വാഡ് പൊസിഷന് എനിക്കുള്ളതാവും. അവർക്ക് രണ്ടുപേർക്കും ഒപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ടാഗ്യോമ വന്നു. ആരാ നിന്നോട് പറഞ്ഞ് ആ പൊസിഷൻ നിനക്ക് വിട്ടു തന്നു എന്നുള്ള കാര്യം? സംഘ ബേക്കുന്നൊരു ഒറ്റ അടി. ടാഗ്യോമാണ് ഈ തെറിച്ചു പോകാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കരമായിട്ട് ബാഡായിന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് തീർന്നപ്പോഴേക്കും ബാഗി കിക്കും കൊടുത്തു, വാങ്ങിപ്പോല് പഞ്ചും കൊടുത്തു. ടാഗ്യോമ അവിടെ കടന്നു. അവനുള്ള കുഴി അവൻ തന്നെ തോണ്ടി. കണ്ടിട്ട് നമുക്ക് 4th സോഡിനെ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്കിതെന്തായാലും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വായോ ആദ്യം. ഇവൻ ഈ അടുത്തേക്ക് പോകാമെന്ന് പറയുന്ന ഡയലോഗ് നിർത്താനായില്ലേ. അത് കേൾക്കുമ്പോഴത്തേന് എനിക്കവിടെ ദേഷ്യം വരിക. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് കുറച്ച് നേരത്തിന് ശേഷം. എനിക്ക് മതിയായി, ഞാൻ നിർത്തുക. എനിക്ക് ഉറപ്പായിരുന്നു അറ്റ്ലീസ്റ്റ് ആ ബീഫ് ഹെഡ്സിൻ്റെ അപ്പം പിടിച്ചു വെക്കാനെങ്കിലും എനിക്ക് സ്റ്റാമിന ഉണ്ടായല്ലോ. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ട്. അവന്മാരെന്താ വല്ല ബീസ്റ്റ് വല്ലതുമാണോ? ആ ഫസ്റ്റ് സ്വാഡ് പൊസിഷൻ എനിക്കുള്ളതാണ് ബാഗി. അവൻ്റെ ഹൈറ്റും ആ ലോങ് ലിംസുമാണ് എനിക്ക് ഈ മാച്ചിൽ ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. അവൻ ഡീമൻ ഫസ്റ്റ് സെക്ട് എന്നുള്ളതായതുകൊണ്ട് കൂടുതലും പഞ്ചാണ് അവൻ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവനെ നേരിടുന്നത് താഴ്ന്ന മേലക്കായിരിക്കണമെന്നും പറഞ്ഞ് ഒരൊറ്റ കിക്കണ്ട് കൊടുത്തു. വാങ്ങിഹോലിനായിട്ട് തെറിച്ച് പോകാൻ തുടങ്ങി. പക്ഷേ ബാഗി വിട്ടുകൊടുത്തില്ല. ബാഗിയും വാങ്ങിഹോലിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് എത്തിയിട്ട് പിന്നെയും കിക്ക് ചെയ്യാൻ തുടങ്ങി. ആ കിക്കുകളൊക്കെ കിട്ടിയപ്പോൾ വാങ്ങിഹോലാണ്ട് തെറിച്ച് പോയി വീണു. കണ്ടിട്ട് ഞാൻ തോറ്റുമെന്നാണ് തോന്നുന്നത്. ബാഗി ജയിച്ചേ. ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡറാണ് ഫസ്റ്റ് സ്വാഡ്. ബാഗിയുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മളെ കാണിക്കുന്നത് 6 സ്വാഡ്സിനാണ്. ഫസ്റ്റ് സ്വാഡ് ബാഗി, സെക്കൻഡ് സ്വാഡ് വാങ്ങിഹോൽക്കോ, 3rd സ്വാഡ് സങ്വാഹോ, 4th സ്വാഡ് ടാഗ്യോംചെ, 5th സ്വാഡ് സോജോങ് വു, 6th സ്വാഡ് ഗ്യൂമുൻ. ആ 6 സെറ്റിനെ എതിരിടാൻ വേണ്ടിയിട്ട് ഒരു ക്ലിയർ ഹൈറാർക്കി നമ്മൾ മെല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ഇനിയും ഭയങ്കര പവർഫുള്ളായി മാറണം. ഈ കൾട്ടത്തെ ഒരാളും എനിക്ക് നേരെ തിരിയാത്ത രീതിക്ക്. പിന്നെ നമ്മളെ കാണിക്കുന്നത് 3rd എക്സാമിനേഷൻ്റെ അന്ന് രാവിലെ 8 മണിയാണ്. അക്കാഡമി ഡെപ്യൂട്ടി ഓഫീസ്. ഇത് ശരിക്കും അപ്രൂവ് ആയോ ശർമ്മ? 2 ദിവസം മുന്നേ നമ്മൾ ലീഡേഴ്സ് കൂടിയ മീറ്റിങ്ങിൽ തന്നെ ഇത് തീരുമാനിച്ചതാണ്. പാട്രിയാർക്ക് ഇന്നലെയാണ് ഇത് ഫൈനലായിട്ട് സീൽ ചെയ്ത് അപ്രൂവൽ ചെയ്ത്. ഒരു കാര്യം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യ പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ എക്സാമിനേഷനും സ്റ്റുഡൻസ് ഈ അക്കാഡമിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം അക്കാഡമി ഡെപ്യൂട്ടിയും മാർഷൽ ആർട്സ് പ്രൊഫസർമാരും അവിടെ കൂടിയിട്ട് തീരുമാനിക്കുള്ളൂ. എന്നിട്ട് ഈ എക്സാമിനെക്കുറിച്ചൊക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഹയർ പവേഴ്സിനെ റിപ്പോർട്ട് ചെയ്യും. ആദ്യം ഈ കൾട്ടത്തെ എൽഡേഴ്സാണ് ഇതിനെ അപ്രൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇത് പാട്രിയാർക്ക് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യുക. പല പ്രോബ്ലംസ് കാരണം കൊണ്ടും എക്സാംസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വരാറുണ്ട്. പക്ഷേ ഈ കൾട്ടിൻ്റെ ഹിസ്റ്ററിയിൽ ഇതുവരെയായിട്ടും
എക്സാമിനേഷൻ്റെ അന്ന് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് വന്നിട്ടില്ല. ഈ എക്സാം ഭയങ്കര കോംപ്ലസൻ്റ് ആണെന്നാണോ അവർ പറഞ്ഞ കാരണം? നമ്മുടെ പാട്രിയാർക്കാണെങ്കിൽ ഈ 6 സെക്റ്റിനെയും എങ്ങനെയെങ്കിലും അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഓരോ പോളിസീസും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ഇതിനെ അപ്രൂവ് ചെയ്തോ? ഇതിനോട് എനിക്ക് തീരെ യോജിക്കാൻ കഴിയണില്ല. പിന്നെ നോക്കുമ്പോൾ സർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ടീസ് എടുത്തിട്ട് സർ ലീക്ക് കൊടുത്തു. സർ ലീ ആണെങ്കിൽ അത് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് അന്തം വിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സർ മായുടെ പവർ വെച്ചിട്ട് അത് കത്തിച്ച് കളയുകയും ചെയ്തു. ഓക്കെ, ഓർഡർ ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്യാം. ഈ 3rd എക്സാമിനേഷനെ ഏതോ ഒരു സ്കീമിൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യാനാണ് ആ 6 സെക്റ്റുകാരും ട്രൈ ചെയ്യണത്. പക്ഷേ എന്തെന്നായാലും ഇത് അവർക്ക് തന്നെയുള്ളൊരു ഡൗൺഫോളായി മാറും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗ്രേറ്റ് ഡ്രിൽ ഹാളാണ് 10 മണി. നമ്മളെന്തായാലും നല്ല രീതിക്ക് തന്നെ ചെയ്യും. എല്ലാവരും എന്തായാലും സ്വാഡ് ഡീമൻ്റെ ഡെസിമേറ്റിംഗ് ഫോർമേഷൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഭയങ്കര കോൺഫിഡൻറ്റാണ്. പക്ഷേ ഇവിടെ എന്തോ ഒന്ന് സ്ട്രെയിഞ്ചായിട്ട് തോന്നുന്നു. ഞങ്ങളിവിടെ വന്ന് 15 മിനിറ്റായി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. സാധാരണയായിട്ട് പ്രൊഫസർമാരാണ് ആദ്യം എത്തുക, എന്നിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറാണ്. പക്ഷേ ഇവിടെ എവിടെയും അവരാരും കാണാനില്ല. അവർ വന്നല്ലോ. ഇതെന്താ? നോക്കുമ്പോൾ പ്രൊഫസർമാരൊക്കെ ഓരോ പ്രിസണേഴ്സിനെയും കൊണ്ടാണ് വരുന്നത്. അവരൊക്കെ പ്രിസണേഴ്സല്ലേ? നിങ്ങളെല്ലാവരും കഴിഞ്ഞ 20 ദിവസമായിട്ട് ഈ 3rd എക്സാമിനേഷന് വേണ്ടിയിട്ട് ഹാർഡായിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തില്ലേ? നമ്മൾ തുടങ്ങണതിന് മുന്നേ ഈ ലാസ്റ്റ് മിനിറ്റിൽ നടത്തിയൊരു ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കാനുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചോ? എനിക്കിതെന്തോ ഒരു ബാഡായിട്ടാണ് ഫീൽ ചെയ്യണത്. ഇവിടെ എന്തീ നടന്നുകൊണ്ട് നിൽക്കണത്? അല്ല, ആ പ്രൊഫസർമാരൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ ആരാ? നോക്കുമ്പോൾ പെട്ടെന്ന് പ്രൊഫസർമാരൊക്കെ അവിടെ റിയൽ സ്വാഡ്സ് ഇട്ട് കൊടുത്തു. റിയൽ സ്വാഡോ? ഞാൻ വിചാരിച്ച് നമ്മൾ ഈ എക്സാമിനേഷന് വുഡൻ സ്വാഡാണ് യൂസ് ചെയ്യാമെന്നാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് സ്വാഡ് ഡീമൻ്റെ ഡെസിമേറ്റിംഗ് ഫോർമേഷൻ ഉപയോഗിച്ച് പ്രൊഫസർമാരെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ന്യൂ ചേഞ്ച് എക്സാമിനേഷനിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പോണൻസിനെ ആ ഫോർമേഷനെ ഉപയോഗിച്ച് ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ആൾക്കാരെ കണ്ടില്ലേ? ഇവരൊക്കെ റൈറ്റേഴ്സ് ഫാക്ഷൻ്റെയും ഈവിൽ ഫാക്ഷൻ്റെയും മാർഷൽ ആർട്സ് അലയൻസിൽ പെട്ട ആൾക്കാരാണ്. ഈ എക്സാമിനേഷനിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളവരെ ഡിഫീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളവരെ കൊല്ലുകയും കൂടിയും ചെയ്യണം, എന്നാലേ പാസ്സാവുള്ളൂ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ റിയൽ കോമ്പാക്റ്റിനുള്ളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇനി അവർ നിങ്ങളെയാണ് ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ അവർ ഫ്രീ ആവും, പിന്നെ അവർ പ്രിസണേഴ്സ് ആവില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരൊരിക്കലും ഹോൾഡ് ബാക്ക് ചെയ്യൂല. നിങ്ങളപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ അവരോട് ആവശ്യമില്ലാതെ സിമ്പതി നിങ്ങൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രേവിക്ക് തന്നെ ലീഡ് ചെയ്യണ പോലെയാവും. ഗ്യൂക്ക് മാത്രമല്ല ഇവിടെ പേടിച്ച് നിൽക്കണം, എല്ലാവരും അങ്ങനെ തന്നെയാണ്. എനിക്കവർ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒന്നെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ തോക്കുക എന്നുള്ളിടത്തുനിന്ന് മാറി ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളിടത്തേക്ക് എത്തിക്കണോ കാര്യം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് 700 ചക്സാമ മുന്നേക്ക് വന്നു, ഞങ്ങൾ ആരംഭിച്ചോളാം ആദ്യം എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ ഒരു പ്രിസണറിൻ്റെ പ്രഷർ പോയിൻ്റ് റിലീസ് ചെയ്തിട്ട് അവനെ കളത്തിലോട്ട് ഇറക്കി. തുടങ്ങിക്കോ. എന്താ ഇവിടെ ഈ സംഭവിക്കണത്? ഞാൻ ഇവിടേക്ക് വന്ന തന്നെ ഒരു സ്വാഡ് ഫോർമേഷനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആവുമെന്ന് പറഞ്ഞിട്ടാ. പക്ഷേ ഇവരൊക്കെ വെറും കുട്ടികളാണല്ലോ. പിന്നെ നോക്കുമ്പോൾ അവർ 3rd ഫോർമേഷൻ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ കോപ്പ്. ഇവരൊക്കെ കാര്യത്തിലാണല്ലോ. ഓരോ മെമ്പേഴ്സും അവർക്ക് ഓപ്പോസിറ്റുള്ള മെമ്പേഴ്സിൻ്റെ ഫോം അതേപോലെ മിറർ ചെയ്യുന്നുണ്ട്. ഇവരെന്തായാലും ശരിക്കും ഈ ടെക്നിക്കിനെ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പാടെ പ്രിസണറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ മാനുവലാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ മിസ്ഇൻട്രപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും ചിന്തിക്കും എല്ലാവരും സെയിം ഫോമിലാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഈ എൻ്റയർ ബോഡിയും കുറേ കാലമായിട്ട് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ഫൈറ്റിംഗ് ഫോംസൊന്നും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ കഴിയണില്ല. ഇതാണ് നമ്മുടെ ചാൻസ്. എല്ലാവരും സെക്കൻഡ് ഫോർമേഷൻ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യേ. പെട്ടെന്ന് ആ പ്രിസണർ തിരിഞ്ഞു. ഇപ്പോൾ ഒരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ട്. അവനാണെങ്കിൽ അതിലത്തൊരു സ്റ്റുഡൻസിൻ്റെ നേരെ പാഞ്ഞ് വരിക. ആ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക. പക്ഷേ ഈ പ്രിസണറിനാണെങ്കിൽ അത് വേണമെന്നില്ല. അവനാണെങ്കിൽ തീരെ താല്പര്യമില്ലാതെ ഫൈറ്റ് ചെയ്യണം. നാശം. പെട്ടെന്നുണ്ട് അവൻ സ്റ്റോപ്പ് ചെയ്തു. നോക്കുമ്പോൾ അപ്പോഴത്തേനും ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ ബേക്കിൽ നിന്ന് വന്നിട്ട് അവനെ കുത്തിയിരുന്നു. ആ പ്രിസണർ അങ്ങനെ മരിച്ചു വീണു താഴേക്ക്. ഞാൻ ഇപ്പോൾ ഒരാളെ കൊല്ലില്ല ചെയ്ത്. ബാക്കി എല്ലാ സ്റ്റുഡൻസും ആർപ്പ് വിളിക്കാൻ തുടങ്ങി. നാശം. എന്താ ഇത്? ഒരാളെ കൊന്നതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ആവേശം തോന്നുന്നില്ല. കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് കുറച്ച് സ്റ്റുഡൻസിൻ്റെ നമ്പർ വിളിച്ചു പറഞ്ഞു.
നിങ്ങൾ 7 പേരും ഒഫീഷ്യലി ഈ തേർഡ് എക്സാമിനേഷൻ പാസ്സായി. 7 പേരോ? ഇവിടെ എന്താ ഈ നടക്കണ? ഇതെന്താ ഫോർമേഷൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചതുകൊണ്ടാണോ? ഈ തേർഡ് എക്സാമിനേഷന് നമ്മൾ സ്റ്റുഡൻസിനെ വിട്ടു തന്നു എന്ന് അവരുദ്ദേശിച്ച് ഇതുകൊണ്ടാണോ? ഈ എക്സാമിനേഷനിൽ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് നിൽക്കണമെങ്കിൽ പോലും റിസൾട്ട് വരുമ്പോൾ അത് ഓരോ ഇൻഡിവിജ്വൽസിനായിട്ടാണ് വരുന്നത്. പിന്നെ ഫൈറ്റ് ചെയ്യണത് മൊഗിയാണ്. അവൻ്റെ ഓപ്പോണൻ്റ് ആണെങ്കിൽ ഈവിൽ ഫാക്ഷനത്തെ ഒരു സ്കിൽഡ് മാർഷൽ ആർട്ടിസ്റ്റാണ്. അവർ ഫസ്റ്റ് ഫോർമേഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ പ്രിസണർ ഫസ്റ്റ് സ്ട്രൈക്ക് എടുത്തു. പിന്നെ അവർ ഡിഫെൻസിൽ ശ്രദ്ധിച്ച് നേരെ 5th ഫോർമേഷനക്ക് മാറി. പക്ഷേ അപ്പോൾ ആ പ്രിസണറാണെങ്കിൽ അവൻ്റെ ഫോം ആൾട്ടർ ചെയ്ത് അതിലത്തൊരു സ്റ്റുഡൻസിൻ്റെ കൈ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നോക്കുമ്പോൾ മുഗിയും അവൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സും പാടെ എല്ലാവരും പാടെ ചേർന്ന് നേരെ ആ പ്രിസണറിൻ്റെ വയറ്റിക്ക് തന്നെ ആ വാളുകളൊക്കെ കുത്തി കയറ്റി. അവസാനം റിസൾട്ടായിട്ട് നോക്കുമ്പോൾ മുഗി അടക്കം 6 പേരാണ് ഈ എക്സാമിനേഷനിൽ പാസ്സായത്. അതിലും വെച്ച് അവൻ്റെ പകുതിയോളം ഫോളോവേഴ്സിന് അവനക്ക് നഷ്ടമായി. അതും അവൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഫോളോവറായ ജാഹ്യോൺ അടക്കം പുറത്തായി. അടുത്തതായിട്ട് 3ാമത്തെ ഗ്രൂപ്പും ഫൈറ്റിനിറങ്ങി. അവർക്ക് കിട്ടിയതാണ് ഈ റൈറ്റേഴ്സ് ഫാക്ഷനത്തെ ഒരു മാർഷൽ ആർട്ടിസ്റ്റിനാണ്. അവരിലും കുറേ ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റി. അവസാനം നോക്കുമ്പോൾ ആ ഗ്രൂപ്പത്തെ വെറും 3 മെമ്പേഴ്സാണ് ആകെ പാസ്സായത്. അതിനുശേഷം വേറെ 5 ഗ്രൂപ്പുകളും പാടെ ഏറ്റുമുട്ടി. അവരും എങ്ങനെയൊക്കെയോ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സാമിനേഷനിൽ പാസ്സായി. ആകെ ഒരേ ഒരു ഗ്രൂപ്പാണ് എല്ലാ മെമ്പേഴ്സും ഉള്ള രീതിയിൽ പാസ്സായത്. അതാണ് ഈ ഷാഡോ സെക്ടത്തെ മൊയോൺചിയോൻ്റെ ഗ്രൂപ്പ്. ഇതുവരെ സാധാരണയെന്ന് മാറി ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ, അപ്പം എല്ലാവരും അവൻ്റെ പിറകിലാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, അവർക്ക് ഈ 4 വർഷം കഴിയണ വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ. മൈനർ പ്രൈസ്ഹുഡിന് മത്സരിക്കുന്ന 2 കാൻഡിഡേറ്റ്സിൻ്റെ കൈയാവും മുറിച്ചു. ഒരു കാൻഡിഡേറ്റിൻ്റെ ആണെങ്കിൽ ലോവർ അബ്ഡോമിനും ഡിസ്ട്രോയ് ചെയ്തു. എനിക്കുറപ്പാണ് അവരെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് കൊല്ലും. പക്ഷേ പാട്രിയാർക്കാണെങ്കിൽ അവർക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ അക്കാഡമിയുടെ റൂൾസ് ബ്രേക്ക് ചെയ്യൂല. അതുകൊണ്ടാണ് ഈ എക്സാമിനേഷനിൽ മാറ്റം വരുത്തിയിട്ട് ഇതിലൂടെ അവനെ തീർക്കാൻ നോക്കണത്. പക്ഷേ അവർ വിചാരിച്ച രീതിയിൽ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് സ്റ്റുഡൻറ് 7 യോവോൻ്റെ ഗ്രൂപ്പ്. കോപ്പ് നമ്മൾ തീർന്നു എന്നാണ് തോന്നുന്നത്. അവർ ഇതുവരെ അയാളുടെ പ്രഷർ പോയിൻ്റ് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം തന്നെ അവൻ്റെ ഹോസ്റ്റിലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവനെന്തായാലും റൈറ്റേഴ്സ് ഫാക്ഷനത്തെ ആളാവാനൊരു സാധ്യതയില്ല. അയാളാണെങ്കിൽ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഹൗ സ്ട്രെയിഞ്ച്. മറ്റുള്ള പ്രിസണേഴ്സിനെ പോലെയല്ല, ഇയാൾ ആരെ തിരഞ്ഞുകൊണ്ട് നിൽക്കുക ഇതിൻ്റെ ഇടയിൽ. എന്തിനത്? പ്രൊഫസർ ഹോ ആണെങ്കിൽ ഡിസ്റ്റൻറ്റ് വിസ്പറിങ് ടെക്നിക്ക് ഉപയോഗിച്ച് കെയർഫുള്ളായിട്ടിരിക്കുക യോവോൻ്റെ മെസ്സേജ് നൽകി. ഇപ്പോൾ പ്രൊഫസർ ഹോ അടക്കം എന്നെ വാൺ ചെയ്തു ഡിസ്റ്റൻറ്റ് വിസ്പറിങ് ടെക്നിക്ക് ഉപയോഗിച്ച്. എനിക്ക് ഓൾറെഡി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ എക്സാമിനേഷൻ്റെ ഒരു സഡൻ ചേഞ്ചിനെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് എന്തോ നടക്കാൻ പോകുന്നുണ്ട്. തുടങ്ങിക്കോ. അവൻ ഇപ്പം തന്നെ ഫസ്റ്റ് ഫോം എടുത്തു. പക്ഷെ അവിടുന്ന് അനങ്ങുന്നില്ല. അതെന്താ? അവൻ ഞങ്ങളെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നാണോ ഇതിലൂടെ പറയണത്? എല്ലാവരും 4th ഫോർമേഷൻ യൂസ് ചെയ്യേ. ഇപ്പം കിട്ടിപ്പോയടാ നിന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, അവ ഇത്രയും നേരം അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് യോവോണിനെ തന്നെയാണ്. ഇപ്പോൾ അവന് ആളെ കിട്ടുകയും ചെയ്തു. അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഇവനെ തീർക്കുമോ അതോ യോവോണിനെ തീർക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ശരി, അടുത്തൊരു മാസ് വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ.